ദേവാമൃതം ദേവാമൃതത്തിലേനി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് ദൂരീകരിച്ചു തരുവാനുമായ പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. കത്തിലേക്ക് ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ നെടുമങ്ങാട് നിന്നും എഴുതുന്നു. ഇവിടെ 20 സെൻറ്റിൽ ഒരു ഇരുനില വീട് ഞാൻ പണിതു. വാസ്തു നോക്കാതെയാണ് വീട് പണിതത്. ഇപ്പോൾ വീട്ടിൽ ആകെ അസ്വസ്ഥതകളും മറ്റുമായപ്പോഴാണ് കത്തെഴുതാമെന്നും വാസ്തുവിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് അന്വേഷിക്കാമെന്നും തോന്നിയത്. ആകെ ഒരു സ്വസ്ഥതയും സമാധാനവും കിട്ടാത്ത അവസ്ഥ. ആകെ ഒരു മകൻ മാത്രമാണുള്ളത്. അവൻ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. കൂട്ടുകെട്ടിൽ പെട്ടിരിക്കുകയാണ്. വീടിൻ്റെ പ്രശ്നമാണോ എന്ന് ആകെ ആശങ്കയായിരിക്കുന്നു. എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം ഉണ്ട്. ദയവായി മറുപടി തരണം, ജീവിതം രക്ഷിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് കുട്ടികളുടെ പോർഷൻ മിസ്സിങ് കോർണറായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്ത് താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ ദമ്പതികൾ താമസിക്കണം, ചിലപ്പോൾ അവർക്ക് കുട്ടികളുണ്ടാവാൻ താമസിക്കാം. ഇനി അഥവാ കുട്ടികളുണ്ടായെങ്കിൽ തന്നെ ചിലപ്പോൾ അവരെ കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളൊക്കെ ഇതിനകത്ത് താമസിക്കുന്ന അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം വളരെ കൂടുതലാണ്. രണ്ടാമതൊരു കാര്യം വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ഈ കുട്ടിയുടെ ജാതകം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ വല്ല രാഹുദശയോ സമയമോശമുള്ള ടൈമും കൂടെ ആവാം. അപ്പോൾ മൊത്തത്തിൽ ഇവൻ മറ്റുള്ള ആൾക്കാർ പറയുമ്പോൾ ചിലപ്പോൾ അവനത് മനസ്സിലാവണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ ഉള്ള ടെൻഡൻസി കാണിക്കാം. അപ്പം സമയമോശം ഉണ്ടാവാം. അതുപോലെ വീടിന് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുടെ പോർഷനിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഇത്രയും പ്രശ്നങ്ങൾ അങ്ങ് വഷളാവുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മളൊരു വീട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് കുറ്റിയടിച്ച് തുടങ്ങുമ്പോൾ കന്നിമൂല ഭാഗത്തു നിന്ന് കുറ്റിയടിച്ച് തുടങ്ങണം. അതിന് സാധിക്കാതെ വന്നാൽ കന്നിമൂല പോർഷൻ ഒരുപാട് ഏരിയ ഉണ്ടെങ്കിൽ അത് വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് നമ്മളത് കുറച്ചെടുക്കണമെന്ന് എപ്പോഴും നമ്മൾ പറയുന്നതാണ്. ഈ വീട് നിൽക്കുന്ന ശരിക്കും ഈസ്റ്റ് ഭാഗത്തേക്ക് നീങ്ങിയാണ്. കാരണം ഈസ്റ്റ് ഭാഗത്തേക്ക് നീങ്ങി നിൽക്കുന്ന ഒരു വീടാകുമ്പോൾ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഈസ്റ്റിനേക്കാളും 3 ഇരട്ടി സ്പേസ് ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ഒരു കണക്കനുസരിച്ച് അത് ക്ലിയർ ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ കിഴക്ക് വടക്ക് പോർഷൻ മിസ്സിംഗ് ആയിട്ടാണ് കാണുന്നത് വെച്ചാൽ, കാരണം കുറേ കട്ടിങ് പോർഷൻസ് വരുന്നുണ്ട്. കാരണം കിഴക്ക് വടക്ക് മൂല മിസ്സിംഗ് ആയി ഈ ഒരു വീട്ടിൽ താമസിക്കുന്ന ധനപരമായിട്ടോ ഐശ്വര്യമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ ഒരു ഭാഗം ഇവർ സ്ക്വയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതുപോലെ മകൻ പറഞ്ഞ കേൾക്കില്ല എന്നാണ് ഇവരുടെ മെയിൻ വിഷയം. ഇവൻ്റെ പ്രശ്നം വെച്ചാൽ ഇവൻ ഒന്നാമതൊരു കണ്ടീഷനിയുടെ ഒരു ടൈമും കൂടാണ്, അതിൻ്റെ കൂടെ രാഹുദശയും കൂടാണ്. അപ്പം ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇവർ അവരുടെ മതാചാര പ്രകാരം ചെയ്യിപ്പിക്കണം. ചുറ്റളവ് 72 സെൻറ്റിമീറ്റർ ഒരു കോൽക്കണക്ക് കൂടി ഇവർ കൂട്ടിയെടുക്കുക. അപ്പോൾ ഉത്തമമായിട്ടുള്ള സ്ഥാനത്തേക്ക് വരും. അതുപോലെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് ഇവരൊരു ഫൗണ്ടൻ കൊടുക്കണം. കാരണം വെച്ചാൽ ഫൗണ്ടൻ വെച്ചാൽ ഒരു അക്വേറിയമാണ്. വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് നമുക്ക് നനവ് വരാൻ പാടില്ല. കാരണം വെച്ചാൽ അവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ഇവർ കിഴക്ക് വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. യമസൂത്രത്തിൽ തട്ടി ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പം ഇവരിനി അത് മാറ്റാനൊന്നും പൊളിച്ചു കളയാനൊന്നും പോകണ്ട. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് ഒരു 50 സെൻറ്റിമീറ്റർ താത്ത് ഇവർ ഫാബ്രിക്കേഷൻകാരെല്ലാം വിളിച്ചിട്ട് വലിയൊരു റൂഫ് സ്ട്രെസ് വർക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷം മാറി കിട്ടും. അതുപോലെ നോർത്ത് ഭാഗത്തു നിന്ന് സൗത്തിലേക്കുള്ള ആ ഒരു യമസൂത്രം വരുന്ന ഭാഗം ഒരു കോമ്പസ് വെച്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് വിടുവാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറി കിട്ടും. അതുപോലെ വാട്ടർ ടാങ്ക് ഇപ്പോൾ ഇരിക്കുന്നത് ചിമ്മിനിയുടെ പുറത്താണ്. അപ്പം ഒരു കാരണവശാലും നമ്മൾ കിച്ചണിൻ്റെ മുകളിൽ ചിമ്മിനി വെക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വാട്ടർ ടാങ്ക് സാറിന് ചെയ്യാറില്ല. വാട്ടർ ടാങ്ക് ഇവർക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുകൾ നിലയിലായിട്ട് ഇവർക്ക് വാട്ടർ ടാങ്ക് മാറ്റി സ്ഥാപിക്കുക. അതുപോലെ മറ്റ് ദോഷങ്ങളൊന്നും ഞാൻ ഇതുമായിട്ട് കാണുന്നില്ല. അതുപോലെ വസ്തുവിന് ചെറിയ വിഷയങ്ങൾ കാണുന്നുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ഇവർ ചെയ്യിപ്പിക്കണം. വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ ഇതിൻ്റെ കാണുന്നുള്ളൂ. ഇത് കറക്ഷൻ ചെയ്യുമ്പം ഈ ഒരു വിഷയങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതുപോലെ കുട്ടികളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ വീടുമായിട്ട് ബന്ധപ്പെട്ട് ദോഷമായിട്ട് കാണുന്നുണ്ട്. ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അത് ചെയ്ത് കഴിയുമ്പോൾ മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. പിന്നെ മകന് സമയമോശമുണ്ട്, അതുപോലെ കണ്ടശനിയുടെ സമയമാണ്. അതിന് വേണ്ടുന്ന പ്രതിവിധി ഇവരെ അവരുടെ മതാചാര പ്രകാരം ചെയ്തു പോവുകയാണെങ്കിൽ അതിനെല്ലാം ഒരു ശാന്തത വരും. വീടിൻ്റെ വിഷയങ്ങൾ ഇത് ക്ലിയർ ചെയ്യുമ്പോൾ ഈ വിഷയം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഇപ്പോൾ വാട്ടർ പ്യൂരിഫയറുകൾ അത് ചിലപ്പോൾ ചിലതൊക്കെ പൈപ്പ് ലൈനുമായിട്ട് കണക്ഷൻ ഉള്ളതുമാണ്, ചിലതല്ലാതെ തന്നെ വാട്ടർ പ്യൂരിഫൈ ചെയ്ത് വരും. നമ്മൾ അങ്ങനെ പലതരത്തിലുള്ള വാട്ടർ പ്യൂരിഫയർ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ വീടുകളിൽ ഇത് പ്ലേസ് ചെയ്യുമ്പോൾ വാസ്തുവിനെ അത് ബാധിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷനിൽ വെക്കണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടോ? ഒന്നുകിൽ നമ്മൾ കിച്ചണിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ, ഇപ്പം ചിലപ്പം നമ്മൾ ചിമ്മിനിയോട് ചേർത്ത് നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ വാട്ടറും ഫയറും തമ്മിൽ ഒരിക്കലും ചേരാത്തൊരു പഞ്ചഭൂതമാണ്. അപ്പം ഇത് വെക്കുമ്പം ഒന്നുകിൽ നമുക്ക് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാം, അല്ലെങ്കിൽ നോർത്ത് ഭാഗത്ത് വെക്കാം. ഒരിക്കലും നമ്മുടെ വീടിൻ്റെ സെൻറ്റർ ഭാഗത്തോ മധ്യഭാഗത്തോ ഒന്നും കൊണ്ടൊന്നും ഇത് അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ അടുത്ത സമയത്ത് ഒരു വീട്ടിലെ വാസ്തുവിൻ്റെ കറക്ഷന് പോയ സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നങ്ങളാണ്. വലിയൊരു വീടാണ്. അപ്പം അവരുടെ ഒരു കുഴപ്പം വെച്ചാൽ അവരൊരു വലിയൊരു വാട്ടർ ടാങ്ക്, അതായത് മീനെ വളർത്തുന്ന വലിയൊരു ടാങ്ക് എടുത്തിട്ട് ഈ ഒരു വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്.
കാരണം നമ്മൾ എപ്പോഴും പറയും ബ്രഹ്മസ്ഥാനത്ത് വെള്ളത്തിൻ്റെ അംശങ്ങൾ വരാൻ പാടില്ല, അവിടെ അല്ലെങ്കിൽ അക്വേറിയം വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ പൂൾ വരാൻ പാടില്ല, അല്ലെങ്കിൽ ഫൗണ്ടൻ വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ അറിയാൻ വയ്യാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഫൈനാൻഷ്യലി ആയാലും മാനസികമായിട്ടുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എന്തായാലും വാട്ടർ ടാങ്ക് വെക്കുമ്പോഴും വാട്ടർ പ്യൂരിഫയർ വെക്കുമ്പോഴും വെള്ളം സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ വെക്കുമ്പോഴും വാസ്തുവിൻ്റെ ഒരു ചട്ടക്കൂടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗുണഫലങ്ങൾ കൂടുതലായിട്ട് വരുന്നതിന് കാരണമായി തീരും. വാസ്തുശാസ്ത്രത്തിലെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന ദേവാമൃതം.